ജയിലിൽ പിന്നെ എങ്ങനെ എടുത്ത് ചാടി? സപ്പോർട്ട് ഒരാളില്ലാതെ പിന്നെ അത് ചെയ്യില്ല. നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ലേ? മാതൃഭൂമി ന്യൂസിന് മാത്രം. നമസ്കാരം. സൗമ്യ വധക്കേസിലെ ഗോവിന്ദച്ചാമി ജയിലിയാടി. അതാണ് ഇന്നത്തെ പ്രധാന വാർത്ത. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദച്ചാമി ജയിൽ ചാടി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ചാടിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഇത് എത്രാമത്തെ ആളാണ് പോകുന്നത് കൂടി പറഞ്ഞാൽ കാണികൾക്ക് നല്ലതായിരുന്നു. അവിടുന്ന് റിപ്പർ ഉൾപ്പെടെയുള്ളവര് ജയിലിൽ ചാടിയ ഒരു ചരിത്രമുണ്ട്. ഈ ജയിലിന്റെ ഇപ്പോൾ ഇലക്ട്രിക് ഫെൻസിങ് ഒരു 1.5 മീറ്ററൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അത് വർക്ക് ചെയ്തില്ലെന്ന് പറയുന്നു. എന്തിന്? ഗുരുതരമായ വീഴ്ചകളായ ജയിലിനകത്തിൽ വർഷങ്ങളായി ഇന്നലെ തുടങ്ങിയതല്ല. അവിടെ പലരുടെ സ്വാധീനം ഉപയോഗിച്ച് ജയിലിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു 5 സ്റ്റാർ ജയിലാണ് കണ്ണൂർ ജയില്. പിന്നെ ഈ അതായത് കുറ്റവാളികളെ പാർപ്പിക്കുന്ന പ്രത്യേക സെല്ലിൽ ഇയാളുടെ റൂമിൽ ലൈറ്റ് ഇല്ലായിരുന്നു. നല്ല ഒരു പിന്നെ ഇന്ന് ജയിൽ മേധാവി അവിടെ പരിശോധന, സുപ്രീം കോടതിയുടെ ഉത്തരവിൻ പ്രകാരം പരിശോധനയ്ക്ക് വരുന്ന ഒരു ദിവസം കൂടിയായിരുന്നു. അപ്പോൾ തികഞ്ഞ അവർ ഉത്തരവാദിത്വത്തിലായിരുന്നു എല്ലാവരും. ഏതായാലും പലരും ഇപ്പൊ കുടുങ്ങും. ഇതിപ്പോ നമ്മൾ കാണുന്നതാണ്. കുറെ സസ്പെൻഷൻ, 2-3 പേരെ സസ്പെൻഡ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് ഇവരെ തന്നെ ഈ യൂണിയൻ മറ്റ് രാഷ്ട്രീയക്കാരുടെ ഇടപെട്ട് ഇവരെ തിരിച്ചു കയറ്റും. ഇത് തന്നെ നടക്കുന്നു. ഒരു തടവ് പുള്ളിക്ക് പിന്നെ കമ്പി, ഈ പിന്നെ കിളിവാതിലല്ലേ പറന്നു പോകാൻ, കിളി പറന്നു പോകുന്നത്, കമ്പി തുരുമ്പ്, ഉപ്പ് തേച്ച് തുരുമ്പ് പിടിപ്പിക്കും. ഇന്നലെ രാത്രി ഉപ്പ് തേച്ച് കാണും, ഇന്ന് തുരുമ്പ് പിടിച്ചു, വെളുപ്പിനെ കട്ട് ചെയ്തു പോയി. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ന്യൂസ് വരാൻ പോകുന്നത്. ഈ ഉപ്പ് തേച്ചാല് ഒരു ജയിലിന്റെ അഴികൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഒരു നല്ല ധനം കാണും, നല്ല തിക്നെസ് ഉള്ള ഹാർഡായ സാധനമായിരിക്കും. അതെങ്ങനെ ഇവൻ തുരുമ്പ് പിടിപ്പിച്ചു? പിന്നെ ഹാക്സോ ബ്ലേഡ് കൊണ്ടാണേലും ശരി, എത്ര ദിവസം ഒരു നടത്താൽ ഇത് അറുത്തു മാറ്റാൻ പറ്റും? അവൻ പിന്നെ നല്ല ഡയറ്റ് ചെയ്ത് ഇതിനകത്ത് കൂടെ ഇറങ്ങുന്ന സ്പേസിൽ അവൻ ശരീരമാക്കി. ഇതെല്ലാം ജയിലിന്റെ ഓരോ ചട്ടങ്ങളുണ്ട്. ഇവരുടെ വെയിറ്റ്, ഇവരുടെ ആരോഗ്യസ്ഥിതികള്, അതുപോലെ ജയിലിന്റെ പരിശോധനകൾ. എന്തിന് ഈ കൊടും കുറ്റവാളി കിടന്ന ജയിലിനകത്ത് ലൈറ്റ് പോലും ഇല്ല. 1.25 മണിക്ക് ഒരേമം വന്ന് ലൈറ്റ് അടിച്ചു നോക്കി, എന്തോ ഒരു രൂപം അവിടെ കിടക്കുന്ന കണ്ട്. ഇത് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവര് പിന്നെ ആശന്മാര് പോയി കിടന്ന് ഉറങ്ങണം. ഇപ്പൊ ഈ CCTV 2 പേര് നിരീക്ഷിക്കണമെന്നാണ്. അവരെവിടെ കിടന്നാ ഉറങ്ങി നിന്ന് അവർക്ക് പോലും അറിയത്തില്ല ഇപ്പം. ഏതായാലും ശരി, ഈ ജയിലിൽ ചാടി മണിക്കൂറിന് ശേഷമാണ് അറിഞ്ഞത്. അതായാലും നന്നായി. രാത്രി അറിഞ്ഞിരുന്നേ പിന്നെ അത് വേറൊരു ബുദ്ധിമുട്ടായേനെ. ഏതായാലും ശരി, നമ്മുടെ മാധ്യമങ്ങളെല്ലാം ഓടിച്ചെന്ന്. ഇനി പിന്നെ ഗോവിന്ദച്ചാമിയെ കിട്ടുന്നത് ആർക്കെടുക്കണം എന്നുള്ള പരവേശത്തിലായിരുന്നു. പക്ഷെ പറ്റിച്ചു പണി. സമയത്ത് അപ്പുറത്തെ ഭാഗത്ത് നിന്ന് ആളുകളുടെ ഒച്ച കേൾക്കുന്നുണ്ട്. കിട്ടിയെന്നാണ് കരുതുന്നത്. ഏതായാലും എന്നാണ് കരുതുന്നത്. എന്താ ഇത്? ക്യാമറ മൂവി ഗോവിന്ദച്ചാമിയെ പിടികൂടിയതായിട്ടുള്ള ദൃശ്യങ്ങൾ കിട്ടി. ഇത് നമ്മളെ ഈ ഗോവിന്ദച്ചാമിയെ പിടിച്ചിരിക്കുന്നു. ഗോവിന്ദച്ചാമിയെ പിടിച്ചിരിക്കുന്നത് പോലീസുകാരൻ ഓടുന്നതിന്റെ പുറകെ മാതൃഭൂമിക്ക് അതിനുള്ള ഒരു സൗഭാഗ്യം കിട്ടിയെന്ന് വേണം. ആദ്യം നമ്മളാണ് എക്സ്ക്ലൂസീവ് ഇടുന്ന എല്ലാരും പറഞ്ഞ ഒരു കാര്യം ഇവർക്ക് ഇന്ന് അങ്ങ് ഫലവത്തായി. എന്തായാലും ശരി, നമ്മൾ ഗാസയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ ഈ ബോംബ് വീഴുമ്പോൾ ഓടുന്നത്. എനിക്ക് രാഹുൽ ക്യാമറയും കൊണ്ട് ചാടിക്കോ എന്ന് പറഞ്ഞില്ല, കണ്ടിട്ട് ചാടാൻ പറയുന്നത്. പിടികൂടുന്ന ദൃശ്യങ്ങൾ അയ്യോ, ഈ വീടിന്റെ വളപ്പിലേക്കാണ് ഗോവിന്ദച്ചാമിയെ പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ്. ആ ക്യാമറാമാനും കണ്ടില്ല. ഈ ഇവിടെ ഇരുന്ന് CK അഭിലാഷാന്ന് തോന്നുന്നു പറയുന്നത്. അഭിലാഷം കണ്ടിട്ടില്ല. പക്ഷെ തത്സമയ ദൃശ്യങ്ങളാണ്. അവിടെ ചെന്നപ്പോൾ നല്ല തവളയാണ് കിടക്കുന്നത് അറിയത്തില്ല. അതായത് നോക്കാം. ലൈവായിട്ടുള്ള തത്സമയമുള്ള ദൃശ്യങ്ങളാണ്. ഗോവിന്ദച്ചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ്. ഗോവിന്ദച്ചാമിയെ പിടികൂടിയതായിട്ടുള്ള വിവരം അവിടെ നിന്ന് ഉറക്കെ ആളുകൾ വിളിച്ചു പറയുന്നുണ്ട്. അവിടേക്ക് പോലീസ് പാർട്ടി ഓടുകയാണ്. അതിനോടൊപ്പം
ക്യാമറാമാൻ തത്സമയ ഓടുകയാണ്. ദൃശ്യങ്ങളാണ് ഗോവിന്ദചാമിയെ എന്റെ പിടികൂടുന്ന അമ്മ ദൃശ്യങ്ങൾ. മതിൽ ചാടി അപ്പുറത്തെ സൈഡിലാണ് മതിൽ ചാടി ഇപ്പോ മതിലിയാടിക്കൂ. അങ്ങോട്ടേക്ക് ക്യാമറയും മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ തത്സമയം കാണൂ. ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ്. ഈ കെട്ടിടത്തിന് സമീപത്തേക്കാണ്. രാഹുൽ പറഞ്ഞോളൂ. ഇതാ ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ. ഈ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിൽ മാത്രമാണ് പ്രേക്ഷകർ. കിട്ടി. അഭിലാഷ് ഗോവിന്ദചാമി പിടിയിൽ. കിടത്തിനകത്താണോ? കിണറ്റിനകത്താണോ? ഗോവിന്ദചാമി പിടിയിൽ. കെട്ടിടത്തിനകത്ത് ഗോവിന്ദചാമിയുടെ എക്സ്ക്ലൂസീവായ ആ കാട് മൂടി കിടക്കുന്ന സ്ഥലം നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ലേ? ഇതാ ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് മാത്രം. നാളെയാണ്. കിണറ്റിനകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. ഗോവിന്ദചാമിയെ പിടികൂടുകയാണ് മാതൃഭൂമി ന്യൂസിലൂടെ. എന്തായാലും ശരി, മാതൃഭൂമിക്കാർക്ക് അതിന് പ്രത്യേകം നന്ദി. കാര്യം രാവിലെ ഈ ലൈവ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ലൈവ് ചെയ്യുന്ന നെറ്റിന്റെ ഒരു സാധനമാണ്. പുറകിലിട്ട് ക്യാമറമാര് എല്ലാരും കിടന്നു. കണ്ണൂരിന്റെ പല മുക്കിനും മൂലയിലും എല്ലാം ക്യാമറമാര് ലൈവിന് വേണ്ടി വിടുമായിരുന്നു. അപ്പം ഇവർക്ക് ഭാഗ്യമുണ്ട് അതിന്. പോട്ടെ, നന്നായി. ഇനിയും ഈ ഗോവിന്ദചാമിക്ക് വെളിയിൽ ഇറങ്ങിയപ്പോൾ ഒരമ്മയുടെ മനസ്സ് പിടഞ്ഞു. മറ്റാരുമല്ല, സൗമ്യ എന്ന ആ കുഞ്ഞിനെ നമ്മൾ മറക്കാൻ വഴിയില്ല. ട്രെയിനിൽ വെച്ച് ഭിക്ഷ അയച്ചു വന്ന ഈ നരഭോജി എന്ന് വേണം പറയാൻ. അവനെ ഇല്ലായ്മ ചെയ്തതാണ്. ഈ അമ്മയുടെ ദുഃഖം ആയിരുന്നു. ഇതുപോലെ ഇനിയിപ്പോ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് പേടിയൊന്നുമില്ല. പക്ഷെ ഇതുപോലെ സമൂഹത്തിൽ ഇവൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ആരെങ്കിലും നശിപ്പിക്കുവോ, അല്ലെങ്കിൽ ഇവൻ കൊടും ഭീകരനല്ലേ എന്നുള്ള ആ ഒരു ആദി ഈ അമ്മയ്ക്കുണ്ടായിരുന്നു. കണ്ണൂർ ജയില് പറഞ്ഞ വലിയ ഒരു ജയിലാണ്. ആ ജയിൽ ഇവനെ എങ്ങനെ എടുത്ത് ചാടി? ഇതിന്റെ നമ്മുടെ ഈ കണ്ണൂർ ജയിലിലത്തെ ചാടിയതിന്റെ കാരണസഹിതം എങ്ങനെയാണ് ചോദിക്കേണ്ടെന്നുള്ളത് ഈ അമ്മ പറഞ്ഞു. സപ്പോർട്ട് ഒരാളില്ലാതെ ഇവൻ അത് ചെയ്യില്ല. ഈ ഇത്രയും വലിയൊരു ജയിലിൽ നിന്ന് ഇവനെടുത്ത് ചാടണമെങ്കിൽ അതിന് ഒരാളില്ലാതെ ഒരിക്കലും അവനതിന് കഴിയില്ല. 15 കൊല്ലായി. അപ്പൊ അത് ഇവര് എത്ര മണിക്കൂർ കിടന്ന് ഉറങ്ങി എന്നൊരു കണക്കെടുക്കേണ്ടി വരും. ഈ കാര്യം 1 മണിക്ക് 1:15 ലൈറ്റ് അടിച്ചതിന് ശേഷം പിന്നെ രാവിലെ 6 മണിക്കോ 7 മണിക്കോ ആണ് അറിയുന്നത് ഇവൻ ചാടിപ്പോയ വിവരം. പിന്നെ വേറൊരു തുണികൾ കൂട്ടിക്കെട്ടി. ഇത് എങ്ങനെ സാധിക്കും? അവനൊരു അപാര മനക്കരുത്തും ശക്തിയും ഉള്ള ഒരു ആളാണ്. ഇവനെ തൂക്കുകയർ കൊടുത്തില്ലെങ്കിൽ ഇവൻ ജയിലിലല്ലേ എവിടെ കിടന്നാലും അവൻ നശിപ്പിക്കും. ഇവനെ ഒറ്റയ്ക്കാണ് ഷെല്ലിടുന്നത്. രണ്ടും പേരുമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അവനെ പോലും കൂട്ടുപ്രതികളെ പോലും എന്തെങ്കിലും ചെയ്യും. അതുകൊണ്ട് പേടിച്ച ഒറ്റയ്ക്കാണ് ഇങ്ങനെയുള്ള ഈ കൊടും കുറ്റവാളികളൊക്കെ ഇടുന്നത്. ഇതിനുള്ളിൽ ആരോ അവന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അത് കാരണം കൊണ്ടാണ് ഇവൻ ഈ ജയിലിൽ ചാടിയത്. അല്ല, അമ്മ പറഞ്ഞത് 100% ശരിയാണ്. പക്ഷെ ഇതെല്ലാം ഈ 2 ദിവസം ചാനൽ ന്യൂസും മറ്റു കാര്യങ്ങളുമായിട്ട് പോകും. ഇപ്പോൾ നാളെ തന്നെ DGP ഇന്ന് തന്നെ ചിലപ്പോൾ ഒരു ഉത്തരവിടും അന്വേഷണത്തിന്. നിയമവിധേയമായി ജയിൽ സൂപ്രണ്ട് മറിച്ച് 2-3 പേരെ ഡ്യൂട്ടിയിലുണ്ടാകുന്നവരെ അങ്ങ് സസ്പെൻഡ് ചെയ്യും. ഉറങ്ങിയവർ വീട്ടിൽ പോയി കിടന്ന് 2-3 മാസം സുഖമായിട്ട് ഉറങ്ങും, തിരിച്ചു വരും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത്രയും വലിയൊരു മതില് ഒരു ഒറ്റക്കൈക്കാരനല്ലേ എന്ത് വന്നാലും അല്ലയോ, മതിലിന്റെ മുകളിലാണോ ഈ ഫെൻസിങ്, ഇലക്ട്രിക് ഫെൻസിങ്? അതിൽ കറണ്ട് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തതാണ്. CCTV വർക്ക് ചെയ്തില്ലല്ലോ. ഈ കൊടും ഭീകരന്റെ വാർഡില് ഈ 2 പേര് അറ്റ് എ ടൈം നോക്കണമെന്നാണ്. കൊടും ഭീകരന്റെ അവിടെ ഒരു CC ക്യാം ഇല്ലേ? 2 പേര് രാത്രിയിലായാലും ഇതായാലും കംപ്ലീറ്റ് വാച്ച് ചെയ്യണം. 1/2 മണിക്കൂർ കൂടുമ്പോ ഇവർ ഒപ്പിടണം. കാര്യം ഇവർ ഉറങ്ങിയില്ല എന്ന് ഉറപ്പുവരുത്താനാണ്. അപ്പൊ ഇതെല്ലാം ഒക്കെ ഇട്ട് കാണും. പക്ഷെ ഇവര് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങി കാണും. മഴയൊക്കെ അല്ല, നല്ല തണുപ്പും പിടിച്ച് കട്ടനൊക്കെ അടിച്ച് ഉറങ്ങിക്കാണും. സംഭവം ഏതായാലും ശരി. ഇനിയിപ്പം പോലീസ് ഓഫീസർ പറഞ്ഞു എന്തായാലും ശരി, ഈ പോലീസിനല്ല ഇതിന് സല്യൂട്ട് കൊടുക്കണം. അവിടുത്തെ കണ്ണൂരിലെ നാട്ടുകാർക്കാണ് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത്. കാര്യം അവര് നാട് ഉണർന്നു. ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സും മറ്റ് ടാക്സി ഡ്രൈവേഴ്സും നാട്ടുകാരും വീട്ടുകാരും എല്ലാരും സ്കൂളിന്റെ പരിസരം ഒഴിഞ്ഞു കിടക്കുന്ന പരിസരങ്ങളെല്ലാം രാവിലെ അവിടുത്തെ ജനങ്ങൾ പോലീസിനൊപ്പം നിന്നതുകൊണ്ടാണ്. പോലീസ് ഇപ്പൊ ഒരു 3 മണിക്കൂർ പിടിച്ചു എന്ന് പറഞ്ഞു. പോലീസ് അല്ല പിടിച്ചത്. പോലീസ് പിടിച്ചെന്ന് പറഞ്ഞാൽ
നാട്ടുകാർ കാണിച്ചു കൊടുത്തോണ്ടാണ്. രാവിലെ തന്നെ ഒരു ഇൻഫർമേഷൻ അവർക്ക് കിട്ടി. അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് കണ്ണൂർ ടൗൺ വിട്ട് പോയിട്ടില്ല എന്ന് പറയുന്നത്. പിന്നെ എന്ത് പറ്റി ഇവന് ഇത്തരം മണിക്കൂർ ഇട്ടിട്ട് ടൗൺ വിട്ട് പോകാൻ ഇവരെന്തുകൊണ്ട് പറ്റിയില്ല എന്നുള്ളതാണ്. എന്തായാലും ശരി, നാളകത്തായാലും അതൊരു ആശ്വാസമാണ്. നമുക്ക് ഈ ഓഫീസർ പറയുന്നൂടെ കേൾക്കാം. നടത്തിയിട്ടുള്ള ഈ പ്രതിയെ പിടികൂടുന്ന സമയത്ത് തന്നെ പ്രതിയുടെ കയ്യിൽ നിന്ന് ചെറിയ ടൂളുകളൊക്കെ പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഈ ടൂളുകളൊക്കെ ഈ പ്രതിക്ക്, ജയിലിൽ കഴിയുന്ന ഒരു പ്രതിക്ക്, നമുക്കറിയാം ജയിലിലെ സുഖവാസത്തെ കുറിച്ച് നമ്മൾ പല ന്യൂസുകളും കേട്ടതാണ്. അത് നമ്മൾ അതിലേക്ക് പോകുന്നില്ല, കാര്യം അത് രാഷ്ട്രീയ ഇടപെടലുകളാണെന്ന് പറയും. ഇത് ഇവന്റെ പിന്നിലും എത്രയോ സമ്പത്തുള്ള വൻ ശക്തികൾ ഇവന്റെ പിന്നിലുണ്ടെന്നുള്ളതിന് തെളിവാണ് ഇവന് ഈ തൂക്കുകയറ് ഒഴിവാക്കി കൊടുത്തത്. എത്രയോ കോടികളാണ് ഇവന് വേണ്ടി, എത്രയോ വലിയ അഡ്വക്കേറ്റ്സ് ആണ് ഇവന് വേണ്ടി ഹാജരായതും ഇവനെ സംരക്ഷിച്ചത്. അപ്പം അന്നേ പറയുന്നുണ്ട്, സാധാരണക്കാരൻ പറയുന്നുണ്ട്, ഇവനെ സംരക്ഷിക്കാൻ വന്നവർക്കെതിരെ ഒരു അന്വേഷണം വേണമെന്ന്. ഇന്നും അത് കടലാസിലാണ്. ഈ പറയുന്ന ജനത്തിന്റെ കാര്യങ്ങളൊന്നുമല്ല, ഇവിടെ ബഹളം വെച്ചുണ്ടാക്കുന്ന കുറെ കാര്യങ്ങള് സാധാരണ ജനം രാഷ്ട്രീയം നോക്കാതെ നാട്ടിലെ കാര്യങ്ങൾ പറയുന്ന അവര് നിസ്സഹായരായി ഇരിക്കുന്ന അവസ്ഥയാണ് ഇന്ന്. പക്ഷേ അത് ഏത് രീതിയിലേക്കാണ് പ്രതി അത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ ഏത് രീതിയിൽ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ കൂടുതലായിട്ട് വിശദമായിട്ടുള്ള അന്വേഷണത്തിന് പഠിക്കണം, അതൊക്കെ പഠിക്കണം. ആകേണ്ടുന്ന കാര്യങ്ങളാണ്. അത് കൂടുതലായിട്ട് പോലീസ് പിന്നീട് പരിശോധിച്ചു. ഒരു കൈ ഇത്രയും നഷ്ടപ്പെട്ടവൻ ഇത്രയും ഉയരങ്ങളിൽ തുണികൾ ഇത്രയും കളക്ട് ചെയ്ത് കയറ് മാതിരി ഉണ്ടാക്കി ഒറ്റയ്ക്കാകാൻ ഒരു സാധ്യത കുറവല്ലേ? ആ കാര്യത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് കൊണ്ടുവരാം. എന്തായാലും ഈ ഒരു അവസരത്തിൽ നമ്മൾ കാണിച്ചൊരു ജാഗ്രതയെ പറ്റിയിട്ട് ഒരു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു ജാഗ്രത എന്ന് പറയുന്നത് പോലീസിനൊപ്പം ഈ വിഷയത്തെ വളരെ കൃത്യമായ രീതിയിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഓരോ ജനങ്ങളും ഈ ഒരു സാഹചര്യത്തിൽ ഒരു ജനം നിന്നതുകൊണ്ട് ഗോവിന്ദച്ചാമിയെ കിട്ടി എന്ന് പറഞ്ഞാൽ മതി സാറേ. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ നമുക്കിതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിവാകും എന്ന് കരുതി വരാം. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.